ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പവിത്രയെ കാണാനായിട്ട് സജയൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സജയൻ അവിടെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയുടെ ഭർത്താവ് വന്ന് ഇവിടെ എന്താ പ്രശ്നം? എനിക്കറിയില്ല, ദേ ഇയാൾ എന്തൊക്കെയോ ഭ്രാന്ത് പറയുന്നു. എന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് ഇയാൾ വല്ല പോകുന്നുണ്ടോ? ഓഹോ, ഇയാൾ പോകുന്നില്ലല്ലേ? താൻ എന്താണോ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ചില സത്യങ്ങൾ, തനിക്കിനി സത്യങ്ങൾ പറയിപ്പിക്കാനുള്ള അവസരം ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് താൻ ഇങ്ങോട്ട് വാ. അയ്യോ, എനിക്ക് ഇനിയും പറയാനുണ്ട് സാർ, ഞാൻ പറയട്ടെ? പറഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ പോരെ സാർ? അതൊന്നും പറ്റില്ല, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് തൂക്കി പിടിച്ചിട്ട് അയാളെ പുറത്തേക്ക് ഉന്തി തള്ളി വിടുകയാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പവിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ്. അപ്പം പവിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോഹിനി, എടി നീ ഇങ്ങോട്ട് വന്നേ. ഓഹോ, അപ്പം ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ് എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി കൈ പിടിച്ചങ്ങോട്ട് തിരിക്കണം. എൻ്റെ അമ്മേ, ഇതെന്താ അമ്മേ, എൻ്റെ കൈ അങ്ങോട്ട് ഒടിഞ്ഞു പോയല്ലോ, എന്ത് വേദനിക്കുന്നു. ഓഹോ, നിനക്ക് അപ്പം അതാണോ പ്രാധാന്യം? എൻ്റെ മോനെയും വെച്ചുകൊണ്ട് നീ വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ? നടക്കൂല, അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല പവിത്രേ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ വേറൊരു കല്യാണം കഴിക്കാനോ? അതെ, നിന്റെ മനസ്സിലിരിപ്പ് അതാണ്. അപ്പം നമ്മുടെ ലക്ഷ്മി ഓടി വരികയാണ്. ലക്ഷ്മി ഓടി വന്നിട്ട്, മോഹിനി, എന്താ മോഹിനി കാണിക്കുന്നത്? ഏട്ടത്തി, അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഇവളുടെ മനസ്സിലിരിപ്പ് ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ ഇവളെ വാഴിക്കില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളും ഈ വീട്ടിൽ നിന്ന്. ഇത് കണ്ടോ അമ്മേ, ഈ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ, അയ്യേ, ഭ്രാന്തൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിച്ച് നീ എന്തിനാ മോഹിനി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അയാൾ വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളതെല്ലാം വിശ്വസിക്കാൻ പാടുണ്ടോ? അയാൾ എന്തെങ്കിലും കിടന്ന് പറയട്ടെന്നേ. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർ മുഴുവനും ഈ ജോത്സ്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇക്കാലത്ത് ആരെങ്കിലും അത് വിശ്വസിക്കോ? നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പോവുകയാണ്. ലക്ഷ്മി പോയി കഴിഞ്ഞപ്പോഴും മോഹിനിക്ക് ഭയങ്കര ഡൗട്ട്. എന്നാലും അങ്ങനെയല്ലല്ലോ, എന്തായിരിക്കും അത് പെട്ടെന്ന് അയാൾ വന്ന് ഇവളെ മാത്രം ചൂണ്ടിക്കാണിച്ച് അങ്ങനെ പറയാനുള്ള കാരണം? ഇങ്ങനെയാണ് നമ്മുടെ മോഹിനി ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ ചിറ്റയാണ്. അപ്പോൾ പിങ്കിയുടെ ചിറ്റ ഒരു പപ്പളങ്ങ കയ്യിലും പിടിച്ചുകൊണ്ട് ഇവരെന്താ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വഴക്കെല്ലാം കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ, ഇത്ര പെട്ടെന്ന് വഴക്ക് കഴിഞ്ഞോ, കുറച്ചും കൂടി കേട്ട് രസിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ഓടി വരുന്നത്. അപ്പോൾ ലക്ഷ്മിയെ കണ്ടുടനെ തന്നെ ഇവർക്ക് ഭയങ്കര വെപ്രാളം. ഇവർ പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിയുടെ മേത്തങ്ങൾ ഇടിച്ച് ആ പപ്പായ താഴത്തേക്ക് വീഴുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കണം, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ? നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പപ്പായയും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പായയോ? അതെ, ഇതെനിക്ക് തൊടിയിന്ന് കിട്ടിയതാണ്. ഓഹോ, ഇപ്പം കാര്യം മനസ്സിലായി. നിങ്ങൾ ഇവിടത്തെ കാര്യങ്ങൾ നോക്കി കാതോർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ? ഞാൻ കാതോർത്തുനിന്നല്ല, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ്. അപ്പോഴാണ് മോഹിനിയുടെ വരവ്. അപ്പം മോഹിനി ചോദിക്കുകയാണ്, എന്താ ഇവിടെ കാര്യം? മോഹിനി, അറിയാവോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും കാതോർത്ത് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ വന്നത്, എൻ്റെ കൺമുന്നിൽ പെട്ടത്. ഇത് കേട്ടതും ഗിരിജിയാണെങ്കിൽ, അങ്ങനെയൊന്നുമല്ല, എനിക്കെന്താവശ്യം? ഞാനൊന്നും കാതോർത്തൊന്നും കേട്ടൊന്നുമില്ല. പിന്നെ ഈ ഓമക്കായുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് താഴെ വീണു, അത് എടുക്കാനായിട്ടാണ് ഞാനൊന്ന് കുനിഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ, കണ്ടോ എന്ത് പച്ച കള്ളത്തരമാണ് ഈ സ്ത്രീ പറയുന്നത്? ഞാൻ വന്നപ്പോൾ എന്നെ ഇടിച്ചപ്പോഴാണ് ആ പപ്പായ താഴ്ത്തു വീണത്. അതിനുശേഷമാണ് അവർ ആ പപ്പായ താഴേന്ന് എടുത്തത്. എന്നിട്ട് അവർ പറയുന്നത് കേട്ടില്ലേ, പച്ചക്കള്ളം. നിങ്ങളൊന്നും വിശ്വസിക്കാനോട് പറ്റില്ല. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നല്ല മറുപടി കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിലെ വിചാരമൊക്കെ ഉണ്ട്, അതിവിടെ നടക്കാനായിട്ടൊന്നും പോകുന്നില്ല. അയ്യടാ, ഇതെന്ത് പാട്, എനിക്കൊരു ഓമക്കായ പോലും എടുക്കാനായിട്ട് പറ്റില്ലേ? നിങ്ങളൊന്ന് പൊയ്ക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇതിനകത്തേക്ക് കയറി പോവുകയാണ്. മോഹിനി, ഇതൊരു നടക്കി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ പല കാര്യങ്ങളും ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയോട് സംസാരിക്കണം. പക്ഷേ മോഹിനിയുടെ മനസ്സിൽ ഈ ഒരു പവിത്രയുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തയുള്ളൂ. കാരണം ഈ കുടുംബത്തെ ചതിക്കോ എന്നാണ് നമ്മുടെ മോഹിനിയുടെ പേടി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗിരിജ ചിറ്റ നേരെ പിങ്കിയുടെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് ഈ ഒരു ഓമക്കായുമായിട്ട്. ഇത് കണ്ട പിങ്കിയാണെങ്കിൽ, ഇതെന്താ ചിറ്റേ,
ഇതെന്താ പപ്പായോ? ആ, ഇതിന് പപ്പായേന്നും ഓമക്കായേന്നും ഒക്കെ പറയാം. അല്ല, ഇതുകൊണ്ടെന്താ വന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാം പിങ്കി, നീ ഇവിടെ ഇരുന്നേ. അതെ, ഇവിടെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് നീ കേട്ടായിരുന്നോ? ആ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ കേട്ട് ചാടി എണീറ്റത്. ചാടി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യന് വിശന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്തെങ്കിലും തിന്നാനുണ്ടോ? അതുമില്ല. ഒരു കാര്യം ചെയ്യും, ഈ ഓമയ്ക്കായി ഒന്ന് കട്ട് ചെയ്ത് തരാവോ എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗിരിജ ചിറ്റയാണെങ്കിൽ, അതെ, ഈ ഓമയ്ക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭിണിമാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അബോഷനായി പോകുമെന്നാണ് ഒരു നാട്ടുനടപ്പ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആണോ മായി? എന്നിട്ട് ഇതെനിക്ക് തരാനുള്ള പരിപാടിയാണോ ചിറ്റ ചെയ്യുന്നത്? ആ, അങ്ങനൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാം. നിനക്കിപ്പോൾ നല്ല ചൂടുള്ള മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ടോ? എന്താ ചിറ്റ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ സമയത്ത് മസാല ദോശയും മാങ്ങയൊക്കെ തിന്നാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആഗ്രഹമില്ലാതിരിക്കോ ചിറ്റേ? എനിക്കതിയായ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ പിങ്കി ശ്രദ്ധയോടെ കേൾക്കണം. എന്താ, കേൾക്കില്ലേ? ആ, കേൾക്കാം. എന്താ ചിറ്റക്ക് പറയാനുള്ളത്? ഈ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കാരണം ഗൗതം വന്ന് ഈ ചൂടുള്ള മസാല ദോശ കിള്ളി കിള്ളി നാവിൽ വെച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഗൗതോ? കിള്ളി കിള്ളി എൻ്റെ നാവിൽ മസാല ദോശ വെച്ച് തരാനോ? അതിന് വേറെ ആളെ നോക്കണം. ഗൗതം ഒന്നും അങ്ങനെ ചെയ്യില്ല. ചെയ്യും പിങ്കി. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗതം ആ മസാല ദോശ നിന്റെ വായിൽ വെച്ച് തരും. എന്താ, കാണണോ? ആ, എങ്കിൽ പിന്നെ കാണണമല്ലോ അതൊന്ന്. ആ, എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ രഹസ്യമായ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ആ, ഇതേതായാലും കൊള്ളാം, ഇതേതായാലും വർക്കൗട്ട് ആവും. ആ, എങ്കിൽ പിന്നെ നീ ഗൗതത്തെ വിളിക്കുക. ഗൗതത്തെ വിളിച്ചിട്ട് പറ, ഗൗതം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് മസാല ദോശ തിന്നാൻ ആഗ്രഹം തോന്നുന്നു, ഗൗതം അത് എത്രയും പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വാ എന്നൊന്ന് പറയേ. അങ്ങനെ ഈ ചിറ്റ പറഞ്ഞതുപോലെ തന്നെ പിങ്കി നേരെ ഗൗതത്തെ ഫോൺ വിളിക്കുകയാണ്. ഗൗതം ആണെങ്കിൽ ഡ്യൂട്ടിയുടെ സമയത്ത് ഭയങ്കര തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് പിങ്കിയുടെ കോള് വരുന്നത്. പിങ്കിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ദൈവമേ, പിങ്കി ആണല്ലോ, ഇനി എന്ത് ആവശ്യം പറഞ്ഞിട്ടാണാവോ വിളിക്കുന്നത്? ഇത് എന്ത് ഗുലുമാലിന് വേണ്ടിയാണ് അവൾ വിളിച്ചു കൂട്ടുന്നത്? അത് ഗൗതത്തിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഗൗതത്തോട് ഗൗത കോൾ എടുക്കുകയാണ്. ഗൗത കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി പറയാണ്, ആ പിന്നെ ഗൗതം, എനിക്കൊരു കാര്യം ഗൗതത്തോട് പറയാനുണ്ട്. എന്താ പിങ്കി? അത് പിന്നെ ഗൗതം, എനിക്ക് ഒരു മസാല ദോശ തിന്നാൻ തോന്നുന്നു ഗൗതം, അത് എത്രയും പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരാവോ ഗൗതം എന്ന് പിങ്കി ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം, അത് പിന്നെ പിങ്കി, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ ഭയങ്കര തിരക്കിലാണ്. ആ സമയത്ത് പിങ്കി നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ, എന്താണാവോ ഇത്ര വലിയ തിരക്ക്? ഞാനും ഒരു ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിലോ? നീ എന്ത് ഡ്യൂട്ടിയിലാണ്? അല്ല, ഗൗതം എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി, നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ചുമക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി. പിന്നെ ഇത് ഞാനൊരു ഡ്യൂട്ടിയായിട്ടല്ല കരുതുന്നത്, എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. ദേ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എന്നെ കൊണ്ട് ഓരോരോ ആഗ്രഹങ്ങളും പറയിപ്പിക്കുന്നത്. അപ്പം ചിലപ്പോൾ എനിക്ക് ദോശ തിന്നാൻ തോന്നും, ചിലപ്പോൾ മാങ്ങ തിന്നാൻ തോന്നും, അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരിക എന്നതാണ് ഗൗതത്തിൻ്റെ ഉത്തരവാദിത്തം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി ഓരോരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിനാകെ ടെൻഷനാകുകയാണ്. അപ്പോൾ വീണ്ടും പിങ്കി പറയുകയാണ്, എത്രയും പെട്ടെന്ന് എനിക്ക് മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നു ഗൗതം, അല്ലെങ്കിൽ പിന്നെ ദേ അറിയാലോ കാര്യങ്ങളെല്ലാം എന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിറ്റ വന്നിട്ട് പറയുകയാണ്, ദേ പിങ്കി, ഞാനൊരു കാര്യം പറയാം, ഇനി ഗൗതം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കരുത്. പക്ഷേ പറഞ്ഞു തീരേണ്ട താമസം. ഗൗതം പെട്ടെന്ന് തന്നെ പിങ്കിയുടെ വിളിക്കുകയാണ്, വേണ്ട, ഇനി ആ ഫോൺ എടുക്കരുത്, എടുത്താലേ ആകെ പ്രശ്നം, അതുകൊണ്ട് നീ എടുക്കാനായിട്ട് നിൽക്കണ്ട പിങ്കി. ശരി, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ്. അപ്പോൾ പവിത്രയാണെങ്കിൽ അതിലേറെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ വന്നിട്ട്, ദേ പവിത്ര, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ നന്ദേച്ചി, കേട്ടില്ലേ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഏതൊരാൾ വന്ന് അതും ഇതും പറഞ്ഞിട്ട് പോയപ്പോൾ ദേ അമ്മ എന്നെ ഇപ്പം സംശയിക്കുകയാണ്.
ദേ അതിനിപ്പോൾ ഞാൻ എന്തോ തെറ്റ് ചെയ്തു നന്ദേച്ചി, എനിക്കാകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ വർത്തമാനം എങ്ങാനും അരുൺ ചേട്ടനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഇത് കേട്ട നമ്മുടെ നന്ദയാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഏതായാലും മോഹിനി അമ്മയോട് സംസാരിച്ചോളാം. എന്താ അതുപോലെ സംസാരിക്കണം. നന്ദേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കണം. അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ഉത്തരവാണ് ഇവരുടെ മുന്നിലേക്ക് പറയേണ്ടത്? അതെ, എന്നെ എല്ലാവരും കൂടി സംശയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. സാരമില്ല, ദേ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ, ഞാൻ അവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കോളാം. നീ ഇത് കൂടുതൽ ടെൻഷൻ അടിക്കല്ലേ പവിത്ര. ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സജയൻ്റെ കോള് വരികയാണ്. സജയൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പവിത്ര ഞെട്ടിപ്പോയി. ദൈവമേ, ഇയാളെന്തിനിപ്പോൾ ഇങ്ങോട്ട് വിളിക്കുന്നത്? അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര ഡൗട്ടും തോന്നുകയാണ്. ഇവള് കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അപ്പോൾ നമ്മുടെ നന്ദ ചോദിക്കണം, ആരാ പവിത്ര അത്? ആരുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തുകൊണ്ട് പോകണം. അവിടെ നിന്നേ, ആരാ അത് പിന്നെ നന്ദേച്ചി അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? ഫ്രണ്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നീ എന്തിനിങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അല്ല, ഞാനേ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതാ. അപ്പം മനസ്സിലിങ്ങനെ ഓരോരോ ടെൻഷൻ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയി. അതുകൊണ്ടാ. സാരമില്ല പവിത്ര, നീ പേടിക്കണ്ട, നീ ഫ്രണ്ടിനോട് പോയി സംസാരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പവിത്രയെ പറഞ്ഞു വിടുകയാണ്. അപ്പം നമ്മുടെ നന്ദ, ദൈവമേ പാവം കുട്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പവിത്ര ഈ സജയൻ്റെ കോളെടുത്തിട്ട് എന്താ വിളിച്ചത്? ഓ ആഹാ, അപ്പം എൻ്റെ കോൾ എടുക്കാനൊക്കെ ആയല്ലേ? എന്താ സജിയേട്ടാ, എന്തിനിപ്പോൾ വിളിച്ചത്? മൈ ഡാർലിംഗ്, നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നില്ലേ, അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വേഷത്തിൽ വരുമ്പോൾ നിനക്കെന്നെ മനസ്സിലാവില്ലെന്നാണ് പവിത്ര ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഊഹാപോഹങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കി കളഞ്ഞല്ലോ പവിത്ര. അത് തന്നെ മഹാ അത്ഭുതമാണ്. എന്തിനാ സജിയേട്ടാ, എന്തിനിപ്പോൾ വീട്ടിലേക്ക് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്? എനിക്കങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ? എത്ര കാലങ്ങളായി ഞാൻ നിന്റെ പിന്നാലെ തന്നെ നടക്കുന്നു, എന്നിട്ട് നീ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ പവിത്ര. എനിക്ക് നിന്റെ സ്നേഹം വേണം പവിത്ര, അതിനു വേണ്ടിയല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പവിത്ര, സജേട്ടാ എന്നെ ദ്രോഹിക്കരുത്, ഞാൻ പണ്ടത്തെ പവിത്രയല്ല, നിങ്ങൾ അതൊന്നും മനസ്സിലാക്ക്. ഇത് കേട്ടെന്ന് സജയനാണെങ്കിൽ അതിന് ഞാൻ പണ്ടത്തെ സജയൻ തന്നെയാണ്. ആ പണ്ടത്തെ പവിത്രയെ എനിക്കിഷ്ടമാണ്, ഇപ്പോഴത്തെ പവിത്രയെ ഇഷ്ടമാണ്. എനിക്ക് പവിത്രയെ അങ്ങനെ മാറ്റി പറയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും പവിത്ര. നിന്നെ കിട്ടുന്നത് വരെ നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാകും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ പവിത്രയെ ഭീഷണിപ്പെടുത്തുകയാണ്. പവിത്രയ്ക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. ദൈവം ഇനി എന്ത് ചെയ്യും എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിങ്കിയുടെ ചിറ്റ വന്നിട്ട് കുറേ പപ്പായ മുറിച്ചു കൊടുത്ത് ഈ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിങ്കി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തോളണം. ഗൗതം വന്നിട്ടുണ്ട്, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? എനിക്കറിയാം, എങ്കിൽ പിന്നെ ഞാൻ മാറി നിൽക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചിറ്റ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. മാറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നമ്മുടെ ഗൗതം മസാല ദോശയായിട്ട്. അപ്പോൾ പിങ്കി ചോദിക്കുകയാണ്, എന്താ ഗൗതം, ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിങ്കി ആവശ്യപ്പെട്ട മസാല ദോശയായിട്ടാണ് ഞാൻ വന്നത്. ഓ, ഇപ്പോൾ ഗൗതത്തിന് തിരക്കൊന്നുമില്ലേ? ഞാൻ ഏതായാലും ഗൗതം വരാത്തത് കൊണ്ട് ഈ പപ്പായ മുറിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ പപ്പായയും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വരുന്നു നമ്മുടെ ചിറ്റ ചോദിക്കണം, അയ്യോ ഗൗതം പെട്ടെന്ന് വന്നോ ഗൗതം, ഇന്നെന്താ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ? അത് പിന്നെ ചിറ്റേ, പിങ്കി വിളിച്ചത് കൊണ്ടാണ്, പിങ്കിക്ക് മസാല ദോശ തിന്നണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിങ്കി വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താ മോളെ പിങ്കി, നീ എന്തിനാണ് ഗൗതത്തെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്? ഗൗതത്തിന് തിരക്കുള്ളതല്ലേ, ഗൗതത്തിന് ഡ്യൂട്ടി നോക്കണ്ടേ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ ഗൗതത്തോട് പറഞ്ഞു. ഗൗതം ഡ്യൂട്ടിയാണ്, തിരക്കാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പപ്പായയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക, ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട്. ഇത് കേട്ട ചിറ്റ ഒന്നും അറിയാത്ത രീതിയിൽ, എൻ്റെ ദൈവമേ പിങ്കി,
നീ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് പോവുകയാണോ? അയ്യോ, അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? എന്ത് സംഭവിക്കാനായിട്ട്? എനിക്ക് വിശന്നിട്ടാ. ആ, ഇത് കുടിച്ചിട്ടുണ്ടെങ്കിലേ വയറ്റിൽ കിടക്കുന്ന ഗർഭം ഇല്ലാതെ ആകും. ഇത് കേട്ട് നമ്മുടെ ഗൗതം ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. പിങ്കി, അത് തിന്നരുത് പിങ്കി. എൻ്റെ പൊന്ന് ചിറ്റേ, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നല്ലേ. അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിങ്കി, നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടരുത് കേട്ടോ. അപ്പം നമ്മുടെ ഗൗതം ആണെങ്കിൽ, പിങ്കി ദയവ് ചെയ്ത് അത് കഴിക്കരുത് പിങ്കി. ആര് പറഞ്ഞു? ഞാൻ കഴിക്കും. കാരണം എന്തിനാണ് ഞാൻ ഗൗതം പറയുന്നത് കേൾക്കുന്നത്? ഞാൻ പറയുന്നത് ഗൗതം കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഗൗതം പറയുന്നത് ഞാനും കേൾക്കില്ല. ഞാൻ ഈ പപ്പായ കഴിച്ചിരിക്കും. ദേ പിങ്കി, നീ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നല്ലോ. ആദ്യം ഗൗതം എന്താ പറഞ്ഞത്? പറ്റില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്. എങ്കിൽ നീ പറയുന്നത് കേൾക്കാം. ഓ, അപ്പം ഞാൻ പറയുന്നത് കേൾക്കോ? എന്നൊരു കാര്യം ചെയ്. ഗൗതം ആ മസാല ദോശ കിള്ളി 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 സാമ്പാറിൽ മുക്കിയിട്ട് എൻ്റെ വായിലേക്ക് വെച്ചതാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് വല്ലാത്ത മൂഡ് ഓഫ് ആവുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ഇനി ആ പപ്പായ കഴിച്ചാൽ എന്ത് ചെയ്യും എന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചിറ്റയ്ക്ക് വേറൊരു ഐഡിയ തോന്നിയത്. ചിറ്റയാണെങ്കിൽ ഓടി നല്ല നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം നന്ദ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നന്ദയോട് പറയണം, നീ ഇവിടെ നിൽക്കുകയായിരുന്നു നന്ദ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക? അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയെ സഹായിക്കാനായിട്ട് ആരുമില്ലല്ലോ. അപ്പം ഞാനെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? എനിക്കങ്ങനെ അമ്മയെ കൈയൊഴിയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് അടുക്കളയിൽ കുറച്ച് ജോലി ചെയ്യുമായിരുന്നു. ഓ, അടുക്കള ജോലിയാണോ ഇപ്പം മുഖ്യം എന്ന് ചിറ്റ ചോദിക്കുകയാണ്. അല്ല, അടുക്കള ജോലി അത്രയ്ക്ക് മോശമായ കാര്യമാണോ? വിശക്കുമ്പേ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഇത് അടുക്കളയിലുണ്ടാക്കിയ ഭക്ഷണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തുകൊണ്ട് വരുന്നത്. അതൊന്നും ചിന്തിക്കുന്നില്ലേ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത് നന്ദ. നിനക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഇത് കേട്ട് നമ്മുടെ നന്ദ ആകെ കണ്ണും മെഴിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.